ആൻസനുണ്ടോ? ആളകത്തുണ്ട്. ആൻസ ആൻസ ആൻസ, ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാറേ പ്രശ്നം? അതെന്താന്ന് സാറ് പറയും. അപ്പം ഞാൻ ഇപ്പോൾ വരാം. ആൻസൺ ലാസർ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇരി. ആൻസൺ ആലോചിക്കണ്ടോ ഈ അൺഒഫീഷ്യലായിട്ട് എന്താ ഇവിടെയെന്ന്? നിങ്ങൾ ഈ കൊച്ചു ലോനയുടെ കയ്യിൽ നിന്നും ഒരു 50 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയില്ലേ? അത് കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് ആൻസൺ ഇതിൽ നിന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ ആൻസൺ തിരിച്ചു പോകാം. സാർ അത് പിന്നെ എൻ്റെ പാർട്ട്ണറാണ് പൈസ വാങ്ങിച്ചത്. ആ ഡീലായിട്ട് എനിക്ക് വേറെ ഇടപാടൊന്നുമില്ല. എന്താ ഇതിനൊക്കെ പറയാ? അവനെ കുറച്ച് ദിവസമായി സാർ കാണാതായിട്ട്. ഞാൻ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആൻസ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പോലീസുകാരനല്ല. എനിക്ക് വയലൻസ് ഒന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ചേട്ടന്മാരൊന്നും അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര വയലൻ്റാണ്. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്. എനിക്കതിലൊരു പങ്കില്ല സാറേ. അവനെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇവൻ എന്താ ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ട് ആൻസിന് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇവരൊരു ഭാഷയിൽ പറഞ്ഞു തരും. അതെന്തായാലും ആൻസിന് പെട്ടെന്ന് മനസ്സിലാവും. സാർ അങ്ങോട്ടും നോക്കടോ. ഇവിടെ നോക്കി എൻ്റെ വയറിളക്കണ്ട. ഒപ്പിട്ട് വാങ്ങിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഇടിച്ച് കൊല്ലാൻ പറഞ്ഞില്ലല്ലോ. എന്ത് കഷ്ടം നോക്കി ആൻസ. ഇപ്പൊ ബട്ടൺ ഇട്ടിപ്പോ മിടുക്കനായി. ഇനി നീ ചാച്ചനോട് സത്യം പറ. കാശ് ഞാനല്ല സാറത്തെ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് പറയാം ആൻസ? ഞാൻ ആരൊക്കെ രക്ഷിക്കണം? കൊച്ചുലോനെ രക്ഷിക്കണം, നിന്നെ രക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്യും, ഒരു 20 ലക്ഷം രൂപ എനിക്ക് താ, എന്നിട്ട് നീ എന്നൊന്ന് രക്ഷപ്പെടുത്തും. അതല്ല നല്ലത്. ഞാൻ വേറൊരു കാര്യം പറയാം. നാളെ ഞാൻ വരുമ്പോൾ ഈ സാധനം നീ എഴുതി ഒപ്പിട്ടിരിക്കണം. ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നീ കണ്ട കലാപരിപാടി ഒന്നുമല്ല, ഞാൻ തന്നെ വേറൊരു ഐറ്റം കാണിച്ചു തരും. ഞാൻ പോവാ. കണ്ണു വേണം.
അപ്പാപ്പ അപ്പാപ്പ ആ, അപ്പനോട് അപ്പുറത്ത് എവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. ഞാൻ നോക്കിയിട്ടേ ഒരു പരിപാടിയാ ആലോചിക്കണല്ലോ. നീ സ്കൂട്ടായിക്കോ, മനസ്സിലായ? എന്തെങ്കിലും ഒരു മാർഗമുള്ളപ്പോൾ വന്നാൽ മതി. പൈസ കൊടുത്തിട്ട് നിന്റെ കേസ് എന്തെങ്കിലും ഒരു സെറ്റിൽ ആവണമെങ്കിൽ നമുക്ക് ബിജുവേട്ടൻ വേണം. നീ എന്താ വിനീത ഈ പറയുന്നത്? നമുക്ക് തന്നെ ഇവിടെ ബിസിനസ് ഇല്ലാതിരിക്കേ? അല്ല, GST വന്നതിന് പിന്നെ ആരും ലിക്വിഡ് പൈസ ഒന്നും ഓഫീസിൽ വെക്കുന്നില്ല. അല്ല, ഈ കാശിൻ്റെ ഡീലേ ഇല്ല. എന്തെങ്കിലും ഒരു മാർഗം ചേട്ടൻ പറഞ്ഞിട്ട് വേറൊരു രക്ഷയില്ല. അതുകൊണ്ടാണ് ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എത്ര രൂപയാണ്? 20 ലക്ഷം രൂപ. നീ ഇതെന്താ 20 ലക്ഷം രൂപ? എന്താടാ? ഒരു കാര്യം ചെയ്യും, ഒരു വഴിയുണ്ട്. ഒരു 5 CR വന്ന് കിടപ്പുണ്ട് ജോഡി. പക്ഷെ അതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ നമ്പർ തരാം, നീ അത് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യും. എന്നിട്ട് നീ നിൻ്റെ ആവശ്യത്തിനുള്ള 20 എടുത്തോ. അതിനെന്തെങ്കിലും 2-3 രൂപ പലിശയായിട്ട് തന്നാൽ മതി. ഞാൻ നിൻ്റെ അല്ല വിനീതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം, അതിൽ വിളിക്കും. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നീ ആലോചിക്കും, ഞാൻ വിനീതിനെ വിളിക്കാം. നിൻ്റെ നമ്പർ കൊടുക്കാം അവർക്ക്. ഓക്കെ, ശരി.